നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ദുഃഖമേ തോന്നുള്ളൂ. ഈ ചർച്ച നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു, ഇത് നമ്മുടെ സ്വതന്ത്ര സമരത്തിന്റെ ഒരു അടയാളമായിരുന്നു. മഹാത്മാഗാന്ധി എപ്പോഴും പറഞ്ഞു, കൈത്തറയിൽ നമ്മുടെ ജനങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കുന്നതും അവരുടെ സ്വന്തം ആത്മവിശ്വാസത്തോടെ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ഇത് വലിയൊരു അത്യാവശ്യമായ ഒരു സിമ്പിളായിട്ട് ഒരു മാതൃകയായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സ്വതന്ത്ര സമരം കഴിഞ്ഞ ശേഷം നമ്മൾ 1947 കഴിഞ്ഞിട്ട് എല്ലാ കോൺഗ്രസ് സർക്കാരും കൈത്തറ മേഖലയിൽ വലിയ പ്രാധാന്യം കൊടുത്തു. നിങ്ങൾക്കറിയാം, ഖാദി ഉദ്യോഗ് ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ സ്ഥലം സ്ഥാപിച്ചിട്ട് നിങ്ങൾ തയ്ക്കുന്നതിനെ വിൽക്കാനുള്ള സാധ്യത കൊടുത്തു. കോൺഗ്രസ് സർക്കാർ നിർബന്ധിച്ചു. കുറെ വർഷക്കാലം കോൺഗ്രസ് പതാകയും ഭാരത പതാകയും കൈത്തറിക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ആ നിയമം മാറ്റിയിട്ട് കഷ്ടിച്ച് 20 വർഷമേ ആയിട്ടുള്ളൂ, നമ്മുടെ കാലത്തിലല്ല. ഇതെല്ലാം ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാ കാര്യത്തിലും കൈത്തറി പ്രവൃത്തികളൊക്കെ നിൽക്കുന്നുണ്ട്. ശ്രീ സുബോധൻ പറഞ്ഞ പോലെ UPA സർക്കാർ സമയത്ത് ബലരാമപുരത്തിന്റെ അവിടുത്തെ പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ കേന്ദ്ര സർക്കാരിൽ ആവശ്യപ്പെട്ടിട്ടും നമ്മൾക്കൊരു RRR പാക്കേജ്, റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പാക്കേജ് ഇറക്കി നമുക്ക് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സഹായം കൊടുക്കാൻ സാധിച്ചു. പക്ഷേ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു എന്താ പറയുക, ഒരു വെഞ്ച്ഫുൾ അവർ പെരുമാറ്റത്തിന് കാരണം നമുക്കിപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ഹാൻഡ്ലൂം പാക്കേജ് 2 ടെക്സ്റ്റൈൽ മന്ത്രിമാരെ കണ്ട് സ്മൃതി ഇറാനി ഒരു ഖാദിയുടെ ഒരു അംബാസിഡറായിട്ടും കൂടി പടമൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ പോയി കണ്ടിട്ട് നമ്മുടെ കൈത്തറി പ്രവർത്തകർക്ക് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അവർ ഉത്തരവാദിത്തങ്ങൾ എടുത്തില്ല, അവർ വാക്കുകൾ പാലിച്ചില്ല. അപ്പൊ നമ്മൾക്ക് സംസ്ഥാനത്തിലെങ്ങനെ വല്ല സന്തോഷം കിട്ടാൻ സാധിക്കുമോ? അതാണ് ഇപ്പോൾ കാണുന്നതില്ല. ഈ സംസ്ഥാനത്തിൽ സ്കൂൾ യൂണിഫോം അടക്കം നമ്മൾ കൈത്തറി വഴിക്ക് ചെയ്യാമെന്ന് പറഞ്ഞവര് ഇപ്പോൾ 8 മാസത്തിന്റെ ഈ കൈത്തറി കൂലി കൊടുത്തിട്ടില്ല. 8 മാസം വിചാരിച്ചോളൂ, ഇവര് പ്രവർത്തിച്ചിട്ട് എങ്ങനെ ഒരു മനുഷ്യന് 8 മാസം വരുവാനില്ലാണ്ട് ജീവിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചോളൂ. ഇത് എന്തൊരു അന്യായമാണ്. എല്ലാ കുട്ടിക്കും സ്കൂളിൽ പോകാൻ യൂണിഫോം ആവശ്യമുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ആ സ്കൂൾ യൂണിഫോം തയ്ക്കുന്നവർക്ക് ജീവിക്കാൻ ആവശ്യമുണ്ട്. അവര് ജീവിത മാർഗങ്ങളാണ് ഈ സർക്കാർ ചതിക്കുന്നത്. ഹാൻടെക്സിന്റെ പ്രവർത്തകരും പറയുന്നു, അവര് തയ്ച്ചതിന്റെ 36 കോടി കൊടുക്കാനാണ് ഇപ്പൊ ഇരിക്കുന്നത്. ഈ സർക്കാർ എന്ത് അവകാശത്തിലാണ് ഭരിക്കുന്നതെന്ന് നമുക്ക് ചോദിക്കണം. എങ്ങനെയാണ് അവർ അധികാരത്തിൽ നിന്നിട്ട് ഒരു നാണക്കേട് തോന്നാത്തത്? ഒരു മാസം മുമ്പ് നിങ്ങൾക്കറിയാം, ഒരു 76 വയസ്സായ വിധവ ഹൈക്കോടതി പോയി എനിക്ക് 3 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല, എനിക്ക് ജീവിത മാർഗമില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാർ, ഈ LDF സർക്കാർ നാണക്കേടില്ലാതെ ഹൈക്കോടതിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ വിധവയ്ക്ക് ശമ്പളം കൊടുക്കാൻ, പെൻഷൻ കൊടുക്കാൻ കാശില്ല. അപ്പോ ഈ പ്രവർത്തകർക്കും അവർക്ക് ഇതുപോലെ നമ്മൾ കോടതി പോയാൽ പറയുമോ അവർക്ക് കാശില്ല? എങ്ങനെയാണ് കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നത്? ഇവരുടെ പ്രവർത്തനത്തിന് കാരണമല്ലേ? ഈ പ്രവർത്തനത്തിന് അനാവശ്യമായിട്ട് അവര് ഒരു സഹായം കൂടി കൊടുക്കാതെ, നൂല് അടക്കം അവർ കൊടുക്കാതെ, അതിന്റെ ഒപ്പം ഈ 8 മാസത്തിന്റെ കൂലി പൈസ കൊടുക്കാത്തത്, അതിന്റെ എതിരാണ് നമ്മൾ പ്രതിഷേധിക്കുന്നത്. സംസ്ഥാന സർക്കാർ നമ്മളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പകരം സാധാരണ വ്യക്തികളെ ചതിക്കുക മാത്രമാണ്. ഓരോരോ ദിനങ്ങൾ സംസാരം കൂടുന്നു. ഇവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല, അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല, 3 ആൾക്കാര് ശമ്പളം കെട്ടാൻ പോകുന്നു. അവര് പിന്നെ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ പരീക്ഷ പാസ്സാക്കിയവരെ റിക്രൂട്ട് ചെയ്യുന്നില്ല, കാരണം അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനോ പറഞ്ഞിട്ട്. ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പോലീസ് കോൺസ്റ്റബിളിന്റെ സമരം 2 ദിവസം മുമ്പ് നമുക്ക് ചെയ്തത്. ഓരോരോ ദിവസവും ഈ സർക്കാരിന്റെ കൈവില്ലാതെ പുതിയ പുതിയ തെളിവുകൾ വരുന്നു. പക്ഷേ അവരെ ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല, ഞങ്ങളുടെ ആഗ്രഹം ഈ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും മര്യാദയോടും അന്തസ്സോടും താമസിക്കാനും ജീവിക്കാനുമാണ്. അതിനുവേണ്ടിയുള്ള അവരുടെ ശമ്പളം അവർ പ്രവർത്തിച്ചതാണ് ആവശ്യപ്പെടുന്നത്. വെറുതെ കൈ നീട്ടിയിട്ടല്ല. ഇത് വിഷുവിന്റെ ഒരു ആവശ്യമല്ല, ഇത് അവരുടെ അവകാശമാണ്. അവർ പ്രവർത്തിച്ച് ഈ തയ്ച്ച് ചെയ്തിട്ടാണ് അവർ പറയുന്നത്, ഞങ്ങളുടെ യൂണിഫോമിന് 8 മാസം പ്രവർത്തിച്ചതിന് ഞങ്ങളുടെ ശമ്പളം തരും. അതും കൂടി ചെയ്യാൻ സാധിക്കാത്ത സർക്കാർ എന്തിനാണ് ഭരിക്കുന്നത്? ഞങ്ങൾക്ക് ആവില്ല എന്ന് പറഞ്ഞ സ്ഥലം കൂടിയല്ലേ ഭേദം. ആ സ്ഥിതിയിലാണ് ഞങ്ങൾ ഇൻഡസ്ട്രി മിനിസ്റ്റർ, വ്യവസായ മന്ത്രി രാജീവിന്റെ മുമ്പിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. പോലീസുകാരെ നമ്മൾ തടസ്സപ്പെട്ടു. ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനല്ല വന്നിരിക്കുന്നത്. പക്ഷേ ഈ സന്ദേശം അദ്ദേഹം കേൾക്കണം. ഈ സന്ദേശം അദ്ദേഹത്തിന് ശരിക്കാണ്. നിങ്ങൾക്കൊരു നാണക്കേടില്ലെങ്കിൽ നിങ്ങളുടെ വകുപ്പില് മര്യാദയോടെ ഇവരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കണമെന്ന് മാത്രം ആവശ്യപ്പെട്ടിട്ട്, പ്രത്യേകിച്ച് 8 മാസത്തിന്റെ ഇവരുടെ കൂലി അവർ ഇത്ര പ്രവർത്തിച്ച ശേഷം കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം കാണുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നണം മന്ത്രി.
അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പ്രത്യേകിച്ച് ഇവരുടെ ആവശ്യങ്ങളെ കേട്ടിട്ട് ഉടനെ വിഷുവിന് മുമ്പ് തന്നെ അവരെ ഒന്ന് സഹായിക്കണം കൂടി അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും കൂടി നിങ്ങളെല്ലാവരും ഒപ്പം എന്റെ സൗഹാർദ്ദവും എന്റെ സഹോദാരിയും എല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.